കാർഷിക വാർത്തകൾ. കൃഷി ലാഭകരമാക്കാൻ വകുപ്പുകളുടെ ഏകോപനം വേണമെന്ന് വ്യവസായ മന്ത്രി പി രാജീവ് കോമൺ ഇൻക്യുബേഷൻ ഫെസിലിറ്റി തൃശ്ശൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെ മാത്രമേ കൃഷി ലാഭകരമാക്കാനാകൂവെന്ന് മന്ത്രി പി രാജീവ് PMFME പദ്ധതിയുടെ ഭാഗമായി കേരള കാർഷിക സർവകലാശാലയിൽ പ്രവർത്തനം ആരംഭിക്കുന്ന കോമൺ ഇൻക്യുബേഷൻ ഫെസിലിറ്റി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മണ്ണ് സംരക്ഷണ വകുപ്പ്, കൃഷി വകുപ്പ്, തദ്ദേശ വകുപ്പ്, വ്യവസായ വകുപ്പ് എന്നിവയുടെ സഹകരണത്തോടെ കാർഷിക ഉൽപ്പന്നങ്ങൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി കർഷകന് സാമ്പത്തിക ലാഭം കൈവരിക്കാം. നാളികേരം, സുഗന്ധവ്യഞ്ജനങ്ങൾ, അരി, ചെറുധാന്യങ്ങൾ, പഴം, പച്ചക്കറികൾ, മറ്റു ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ ഗുണനിലവാരം പരിശോധിക്കാനുള്ള ലബോറട്ടറി സൗകര്യങ്ങളും ഇൻക്യുബേഷൻ ഫെസിലിറ്റിയിൽ ഒരുക്കിയിട്ടുണ്ട്. മൂല്യവർദ്ധിത ഉൽപ്പന്നം ഉണ്ടാക്കുമ്പോൾ ചെലവ് കുറയ്ക്കാൻ കോമൺ ഇൻക്യുബേഷൻ സെന്ററുകൾ പ്രയോജനപ്രദമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. വ്യവസായ വകുപ്പിന്റെ കീഴിലുള്ള കേരള ബ്യൂറോ ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊമോഷനും കേരള കാർഷിക സർവകലാശാലയും സംയുക്തമായാണ് കേരളത്തിൽ PMFME പദ്ധതി നടപ്പാക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. യൂറോപ്പ് ആസ്ഥാനമായുള്ള ഇന്ത്യൻ കമ്പനികൾ നിരോധനം മറികടന്ന് പാകിസ്ഥാനിൽ നിന്നും അരി ഇറക്കുമതി ചെയ്തതായി റിപ്പോർട്ട്. പാകിസ്ഥാന്റെ ബസുമതി കയറ്റുമതിയുടെ ഭൂരിഭാഗവും ഈ കമ്പനികളാണ് എന്ന് വിമർശനം. യൂറോപ്പ് ആസ്ഥാനമായുള്ളതും ഇന്ത്യയിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ളതുമായ ഇന്ത്യൻ കമ്പനികളുടെ യൂറോപ്യൻ വിഭാഗം പാകിസ്ഥാനിൽ നിന്നും ബസുമതി അരി വാങ്ങുന്നതായി റിപ്പോർട്ട്. പഹൽഗാം ആക്രമണത്തിന് ശേഷം പാകിസ്ഥാനിൽ നിന്നും ബസുമതി വാങ്ങുന്നതിന് ഇന്ത്യൻ കമ്പനികൾക്ക് നിരോധനം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇറക്കുമതി. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഈ കമ്പനികൾ പാകിസ്ഥാനിൽ നിന്നും യൂറോപ്പിലേക്കും മറ്റു രാജ്യങ്ങളിലേക്കും $2.5 ബില്യൺ ബസുമതി അരി എത്തിച്ചതായാണ് റിപ്പോർട്ട്. പാകിസ്ഥാന്റെ ബസ്മതി കയറ്റുമതിയിൽ ഈ കമ്പനികളുടെ പങ്ക് പ്രതിവർഷം 30%-ലധികമാണ്. ഇന്ത്യക്കാർ ആരംഭിച്ച 2 കമ്പനികളിൽ ഒന്ന് പാകിസ്ഥാനിൽ നിന്ന് ഏറ്റവും കൂടുതൽ ബസ്മതി അരി ഇറക്കുമതി ചെയ്യുന്ന കമ്പനിയാണ്. കഴിഞ്ഞ 7 വർഷത്തിനിടയിൽ ആഗോള വിപണിയിൽ നിന്ന് ദശലക്ഷക്കണക്കിന് ഡോളർ വിദേശ നാണ്യം നേടാൻ ഈ കമ്പനികൾ പാകിസ്ഥാനെ സഹായിച്ചിട്ടുണ്ട്. പഹൽഗാം ആക്രമണത്തിനു ശേഷം പാകിസ്ഥാനിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുകയോ കയറ്റുമതി ചെയ്യുകയോ ചെയ്യുന്നതായ എല്ലാ വസ്തുക്കൾക്കും ഇന്ത്യ നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പഞ്ചസാര കയറ്റുമതി വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യം. നിലവിലെ സംവിധാനം പരിഷ്കരിക്കണമെന്ന് വ്യാപാര സംഘടനകൾ. പഞ്ചസാര കയറ്റുമതി വർദ്ധിപ്പിക്കണമെന്നും സ്വന്തമായി കയറ്റുമതി ചെയ്യാൻ സൗകര്യമുള്ള മില്ലുകൾക്ക് മാത്രം കയറ്റുമതി കോട്ട അനുവദിക്കണമെന്നുമാണ് പഞ്ചസാര വ്യാപാര സംഘടനകളുടെ ആവശ്യം. നിലവിലെ സംവിധാനം കയറ്റുമതിയെ തടസ്സപ്പെടുത്തുകയും മില്ലുകളുടെ ലാഭക്ഷമതയെ ബാധിക്കുകയും ചെയ്യുന്നതാണ് ആരോപണം. മുൻകാല ഉൽപ്പാദനത്തെ അടിസ്ഥാനമാക്കി എല്ലാ മില്ലുകൾക്കും പരിമിതമായ കയറ്റുമതി വിഹിതം വിതരണം ചെയ്യുന്ന നിലവിലുള്ള കോട്ട സംവിധാനം വിദൂര അല്ലെങ്കിൽ കയറ്റുമതി ചെയ്യാൻ മടിക്കുന്ന മില്ലുകൾക്ക് കോട്ട മറ്റുള്ളവയ്ക്ക് വിൽക്കാൻ അനുവദിക്കുന്നതാണ്. ഇത് പല മില്ലുകൾക്കും സ്റ്റോക്ക് സംബന്ധിച്ച പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് കണക്കാക്കുന്നത്. കഴിഞ്ഞ വർഷം ജനുവരി മുതൽ എത്തനോളിന് ഏർപ്പെടുത്തിയ 50% കയറ്റുമതി തീരുവയെയും സംഘടന വിമർശിച്ചു. ഉദ്ദേശിച്ച രീതിയിൽ പ്രാദേശിക വിതരണം വർദ്ധിപ്പിക്കുന്നതിൽ ഇത് പരാജയപ്പെട്ടുവെന്നാണ് പരാതി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ചുരയ്ക്ക കൃഷി വീണ്ടും വ്യാപകമാകുന്നു. ഇതര സംസ്ഥാനക്കാരാണ് പ്രധാന വാങ്ങലുകാർ. കിലോയ്ക്ക് 50 രൂപ വരെയാണ് വില. മുൻപ് കച്ചവടക്കാർ വില കാണാത്തതിനെ തുടർന്ന് കർഷകർ ചുരക്ക കൃഷി ചെയ്യാൻ മടിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ചുരക്കയ്ക്ക് ആവശ്യക്കാർ ഏറി വരികയാണ്. ഇതര സംസ്ഥാനക്കാരാണ് ചുരക്കയുടെ പ്രധാന ആവശ്യക്കാർ. ലൗക്കി എന്ന പേരിലാണ് അവർക്കിടയിൽ ചുരക്ക അറിയപ്പെടുന്നത്. മുൻപ് കിലോയ്ക്ക് 5 രൂപയ്ക്ക് നൽകാൻ തയ്യാറായിട്ടും എടുക്കാൻ ആളുണ്ടായിരുന്നില്ല. ഇപ്പോൾ കിലോയ്ക്ക് 30 രൂപയ്ക്കാണ് ചുരക്ക എടുക്കുന്നത്. ചില്ലറ വ്യാപാരികൾ കിലോയ്ക്ക് 40 മുതൽ 45 രൂപ വരെയുള്ള നിരക്കിൽ വിൽപ്പന നടത്തുകയും ചെയ്യുന്നുണ്ട്. തമിഴ്നാട് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പച്ചക്കറിയുടെ വരവ് കുറഞ്ഞതും നാട്ടിൻപുറങ്ങളിലെ ചുരക്കയ്ക്ക് മികച്ച വിപണി ലഭിക്കുന്നുണ്ട്. തോട്ടങ്ങളിൽ നിന്ന് വിളവെടുക്കുന്ന ചുരയ്ക്ക ആലുവ മാർക്കറ്റിലാണ് പ്രധാനമായും വിൽക്കുന്നത്. ഇവിടെ നിന്ന് ഇതര സംസ്ഥാനക്കാർ താമസിക്കുന്ന പെരുമ്പാവൂർ, കാലടി മേഖലയിലേക്കും കയറ്റിവിടുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. റബ്ബർ വിലയിൽ മാറ്റമില്ല. വിളവെടുപ്പിനിടയിൽ ഏലം വില ഉയർന്നു. നാളികേരോൽപ്പന്നങ്ങളുടെ വില ഇനിയും ഉയർന്നേക്കും. പ്രതികൂല കാലാവസ്ഥയിൽ തായ്ലാന്റിൽ റബ്ബർ ഉൽപാദനം പ്രതീക്ഷയ്ക്കൊത്തുയരുന്നില്ല. റബ്ബർ ടാപ്പിങ്ങിന് വേണ്ടത്ര തൊഴിലാളികളെ ലഭിക്കാഞ്ഞതും തിരിച്ചടിയായി. പ്രതിസന്ധി പരിഹരിക്കാൻ ശ്രീലങ്കയിൽ നിന്നും വിദഗ്ധരായ റബ്ബർ വെട്ടുകാരെ എത്തിക്കാനുള്ള നീക്കത്തിലാണ് ബാങ്കോക്ക്. ജപ്പാൻ വിപണിയിൽ ഈ മാസം ആദ്യമായി ഒക്ടോബർ അവധി കിലോ 327 yen വരെ കയറി. സംസ്ഥാനത്തെ വിപണിയിൽ ഷീറ്റ് വിലയിൽ മാറ്റമില്ല. 4ാം ഗ്രേഡ് കിലോ 200 രൂപയിലും 5ാം ഗ്രേഡ് 196 രൂപയിലും വിപണനം നടന്നു. ഇറക്കുമതി ഏലയ്ക്ക ആഭ്യന്തര ലേലകേന്ദ്രങ്ങളിൽ നുഴഞ്ഞുകയറിയതായി ആക്ഷേപമുയർന്നു. വിളവെടുപ്പിനിടയിൽ വില ഉയർന്ന തക്കത്തിനാണ് ഗ്വാട്ടിമല ഏലം നാടൻ ചരക്കുമായി കലർത്തി ഒരു വിഭാഗം ലേലത്തിന് ഇറക്കുന്നതായ വിവരം പുറത്തുവന്നത്.
ശരാശരി ഇനങ്ങൾ 2440 രൂപയിലും മികച്ച ഇനങ്ങൾ 2856 രൂപയിലും ഇന്ന് ലേലം നടന്നു. തമിഴ്നാട്ടിൽ നാളികേരോൽപ്പന്നങ്ങളുടെ വില ഉയർന്നു. പുതിയ സാഹചര്യത്തിൽ വരും ദിനങ്ങളിൽ കേരളത്തിലും നിരക്കുയർത്താൻ നീക്കം നടക്കാം. കൊച്ചി വിപണിയിൽ വെളിച്ചെണ്ണ, കൊപ്ര വിലകളിൽ മാറ്റമില്ല. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം: RSS 4 200, RSS 5 197, ലാറ്റക്സ് 137, ജാതിക്ക 310, ജാതിപത്രി 1800 മുതൽ 2000 വരെ, ഗ്രാമ്പു 790, അടയ്ക്ക 200, കാപ്പിക്കുരു 190, കൊക്കോ പരിപ്പ് 330, കുരുമുളക് ഗാർബിഡ് 69,500, കുരുമുളക് അൺഗാർബിഡ് 67,500, ഏലക്ക 2400 മുതൽ 2500 വരെ, വെളിച്ചെണ്ണ 36,600, കൊപ്ര 22,400, ചുക്ക് 22,500.